നോക്കൂ, നിങ്ങൾ കള്ളു കുടിച്ച് പെണ്ണ് പിടിച്ച് ഇഷ്ടം പോലെ തോന്നിവാസം ചെയ്ത് ജീവിച്ച കാലഘട്ടം അവരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ഒരുപാട് നിയമനിർദ്ദേശങ്ങൾക്കുള്ളിലായി. എങ്കിൽ പിന്നെ കഴിഞ്ഞ കാലത്തെ പറ്റി അവരെന്താ പറയേണ്ടത്? ഞങ്ങൾ അടിച്ച് പൊളിച്ച് ജീവിച്ച കാലഘട്ടം എന്നല്ലേ. എന്നാൽ അവർ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള യാതൊരു നിയമങ്ങളും നിബന്ധനകളുമില്ലാത്ത അടിച്ചു പൊളിച്ച ജീവിതത്തെ അവർ പറഞ്ഞ വാക്കെന്താ? ഞങ്ങൾ ജാഹിലിയ കാലഘട്ടം എന്നാ. ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടം. നമ്മളെ കണക്കിന് അത് നല്ല അടിച്ചു പൊളിച്ച കാലഘട്ടമാണ്. കാരണം ഒരു നിയമമില്ലല്ലോ. ഇപ്പൊ ബുദ്ധിമുട്ടിലാണ്. കാരണം ഒരു പെണ്ണിനെ നോക്കാൻ വയ്യ, ഒരു കള്ള് കുടിക്കാൻ വയ്യ, ഒരു 10 രൂപ പലിശ വാങ്ങാൻ വയ്യ. അവർ അതാണ് ആസ്വദിച്ചത്. മറ്റത് അവർക്ക് ഓർക്കാൻ തന്നെ പറ്റണില്ല. അവർ ആ കാലഘട്ടത്തെ മൊത്തത്തിൽ പറഞ്ഞു ജാഹിലിയ കാലഘട്ടം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമായി അവരിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ പ്രവാചകൻ അൻസാരിയായ സ്വഹാബി വന്ന അവിടെ ഇരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, താമസിച്ച് വന്ന ആളെന്നുള്ളവർക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പ്രയാസം, ഒരു ദുഃഖം ഉള്ളതായിട്ട് റസൂലുള്ളാഹിക്ക് തോന്നി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസംഗം നിർത്തി ചോദിച്ചു, മാലി അറാക മഹ്സൂനൻ, എന്താ സഹോദര നിന്റെ മുഖത്തൊരു ദുഃഖം, ഒരു പ്രയാസം, ഒരു ടെൻഷൻ ഉണ്ടല്ലോ. അത് ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കേട്ട് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതിരോധത്തിലായി. മറുപടി പറയാൻ പറ്റണില്ല. എന്താ അദ്ദേഹം പറഞ്ഞതെന്നറിയോ? പ്രവാചകരെ, എനിക്ക് ഒരു സാധാരണക്കാരൻ തന്നെ എൻ്റെ വാക്ക് തെറ്റിദ്ധരിക്കരുത്. സ്വഹാബികളുടെ കൂട്ടത്തിൽ വലിയ ചരിത്രമുള്ള, ഒരുപാട് ചരിത്രത്തിൽ പരാമർശിക്കപ്പെട്ട ഒരു വ്യക്തിയൊന്നും അല്ല അദ്ദേഹം. ഒരു സാധാരണ സ്വഹാബിയാണ്. അന്നൽക്കാൻ ഞാൻ സാധാരണ ഒന്നും ഉദ്ദേശിച്ചതല്ലാതെ വേറെ അർത്ഥത്തിനല്ല. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് നിങ്ങളെ കാണണമെങ്കിൽ ഈ പള്ളിയിൽ വന്നാൽ മതി. താങ്കളെ കാണാം, താങ്കളോട് സംസാരിക്കാം, താങ്കളുടെ സംസാരം കേൾക്കാം. അങ്ങനെ വീട്ടിൽ പോയി വീണ്ടും കാണണം തോന്നിയാൽ വീണ്ടും ഈ പള്ളി വന്നാൽ ഇതൊക്കെ നടക്കും. പക്ഷേ നാളെ പരലോകത്ത് നമ്മളൊക്കെ സ്വർഗത്തിലാണെങ്കിൽ പോലും നിങ്ങൾ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയരത്തിലാണല്ലോ ഉണ്ടാവുക. എനിക്ക് നിങ്ങളെ കാണാൻ കഴിയോ? നിങ്ങളോട് സംസാരിക്കാൻ കഴിയോ? താങ്കളുടെ സഹവാസം ലഭിക്കുമോ? അങ്ങനത്തെ അതൊന്നും നടക്കാത്തൊരു ദിവസത്തെപ്പറ്റി ചിന്തിക്കാൻ പ്രയാസമുണ്ട്. ഈ പ്രവാചകനെ കാണാൻ കഴിയാത്ത, സംസാരിക്കാൻ കഴിയാത്ത, കേൾക്കാൻ കഴിയാത്ത, സഹവസിക്കാൻ കഴിയാത്ത സ്വർഗത്തിലാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണില്ല. എനിക്ക് നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ വരണം എന്നാണ് ആഗ്രഹം. അതെന്തായാലും നടക്കൂലല്ലോ. അതെൻ്റെ മനസ്സിലൊരു ആത്മസംഘർഷമായി വളർന്നു. അതാണ് ഇപ്പം എൻ്റെ പ്രശ്നം. എന്തെങ്കിലും പരിഹാരമുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഹാരം പറയാൻ കഴിയും ഇതിന്? അവസാന ക്ലാസ് മുടങ്ങി, ഇതിന് മറുപടി പറയാതെ പിന്നെ വർത്താനം പറയാൻ പറ്റുമോ? സ്വഹാബികൾ പറയാണ്, അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാതിരുന്നെങ്കിൽ ക്ലാസ്സെങ്കിലും കിട്ടിയിരുന്നു. ഇപ്പോൾ ക്ലാസ്സും പോയി, ഉത്തരവില്ല. 7-ാം ആകാശത്തിൻ്റെ മുകളിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. സൂറത്ത് നിസായിൽ ആയത്തോതി കൊടുത്തു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. ആയത്തിൻ്റെ പരാമർശം ഇവരുടെ ആവശ്യം എന്താ? പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്തണം. അതിനുള്ള വഴിയാണ് ഖുർആൻ പറഞ്ഞു കൊടുത്തത്. ഞാൻ ഓരോ സ്വഹാബിൻ്റെ മനസ്സിൻ്റെ മനോഗതി SSLCക്ക് 210 കിട്ടി മാർക്ക് കിട്ടി ജയിക്കണം എന്നല്ല, റാങ്ക് കിട്ടണം എന്നാ. ആ മാനസികാവസ്ഥയിലേക്ക് വളർന്നു അവർ. മറ്റൊരിക്കൽ ഒരാൾ വന്നു, റബീഅ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരും. നിങ്ങളെ പുരയിൽ എന്ത് ജോലി? ആ വീട്ടിൽ ജോലി എടുക്കാൻ 9 ഭാര്യമാരുണ്ട്. പിന്നെ വേറൊരാൾ ആവശ്യം എന്താ അവിടെ? എന്ത് ജോലി? എന്തെങ്കിലും ഒരു പണി. അപ്പം അദ്ദേഹം പറഞ്ഞു, ശമ്പളം വേണ്ട, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ നിങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു അവസരം. നാടന്നോ? എന്ത് പണിയാണ് കൊടുക്കണം? ഒരു പണിയും കൊടുക്കാൻ ആളില്ല. കാരണം ചെരുപ്പെടുത്തക്കള് ഈ അബ്ദുല്ലാഹിബിൻ മസൂറുല്ലാഹുവിൻ്റെ പേര് സാഹിബുൻ നിആൽ, പ്രവാചകന്റെ ചെരുപ്പിൻ്റെ ആളെന്നാ. ആ ചെരുപ്പ് ഒരാൾക്കും ഇട്ട് കൊടുക്കൂല. അത് വിശ്വാസം പോകുമ്പോൾ എടുത്തിട്ട് കൊടുക്കും. അത് കഴിഞ്ഞാൽ എടുത്ത് പാന വെക്കും. ഇങ്ങനെ ഓരോന്നിനും ആളുണ്ടാണ്. അതിൻ്റെ ഇടയിലപ്പോൾ ഈ സ്വഹാബി വന്നിട്ട് വേറെ എന്തെങ്കിലും പണി, എന്ത് പണി? ആടെന്നോളം പറഞ്ഞു. അദ്ദേഹം എടുത്ത പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എണീക്കുമ്പോൾ ഒതുണ്ടാക്കാനും അതേപോലെ ശൗചം ചെയ്യാനും ഉള്ള വെള്ളം കൊണ്ട കൊടുക്കുക. ഏട് നോക്കിക്കൊണ്ടുവരണം എന്നറിയോ? നമ്മൾ വിചാരിക്കേണ്ട റസൂൽ തന്നെ കുളിമുറി പോയി പൈപ്പ് വന്നിട്ട് ബക്കറ്റ് കൊണ്ടു കൊടുക്കുകയാണ്. പൈപ്പും ഇല്ല, ബക്കറ്റും ഇല്ല, കിണറും ഇല്ല, എന്ന് പറഞ്ഞാൽ മോട്ടറും ഇല്ല. വെള്ളമുള്ളടത്തുനിന്ന് തോലുസഞ്ചിയിൽ കൊണ്ടുപോയി വെക്കണം. ഒരിക്കലെ രാത്രി തഹജ്ജുദ് എണീക്കാൻ 3 മണിക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅ റളിയല്ലാഹു അൻഹു വെള്ളം പിടിച്ചിങ്ങനെ നിൽക്കുക. ആ മനുഷ്യൻ്റെ സേവന മനസ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ.
അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോൽപാത്രം വെള്ളാട വാങ്ങി വെച്ചിട്ട് ഈ സ്വഹാബിയെ മാറോട് ചേർത്ത് ചോദിച്ചു, റബീഅ, എന്താണ് ഈ സേവനത്തിന്റെ ലക്ഷ്യം? നിനക്ക് എന്താ വേണ്ടത് ചോദിച്ചോ. അദ്ദേഹം എടുത്ത വായ്ക്ക് ചോദിച്ചത് എന്തൊക്കെ ചോദിക്കാം? മദീനയുടെ ഭരണാധികാരിയാണ്, എന്തും ചോദിക്കാം. ആദ്യത്തെ ചോദ്യം, ഒരേ ഒരു ചോദ്യം, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തണം, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഅഇന്നി അലാ ദാലിക ബികഥറത്തി സുജൂദ്, ധാരാളം സുജൂദും നമസ്കാരവും ഇബാദത്തും ചെയ്ത് നീ എന്നെ ആ വിഷയത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞാൽ എങ്കിൽ നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിൽ വരാം. അപ്പോൾ സാധാരണക്കാരായ ഈ സ്വഹാബികളുടെ മുഴുവൻ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്, അവർക്ക് ഈ ആദർശം ജീവവായുവായിരുന്നു. അതുകൊണ്ട് ഒരു മേഖലയിലും അവർ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയമനിർദ്ദേശങ്ങളെ ഒരു ഭാരമായി കണ്ടില്ല. നോക്കൂ, നിങ്ങൾ ബാങ്ക് വിളിക്കാൻ സമയമായാൽ ബിലാൽ അള്ളാഹുവിനോട് ബാങ്ക് വിളിക്കാൻ പറയല, എങ്ങനെ? ബിലാലെ ബാങ്ക് വിളിക്ക്, നിസ്കരിക്കുക, എന്നാ ചോർന്നാൻ പോവാന്നാ, എന്നാ അതാണ്ട് കഴിഞ്ഞിട്ടിയല്ലോ എന്നാ? അല്ലല്ലോ, ആ വാക്ക് നമ്മൾ പഠിക്കണ്ടേ. എന്താ പറയല്? അരിഹനായ ബിലാൽ. അരിഹനായ ബിലാൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബിലാലെ, നീ ഞങ്ങളെ മനസ്സിന് കുളിർമ കൊണ്ടാണ്. ഞങ്ങളെ മനസ്സിന് കുളിർമ ഉണ്ടായാലും വാങ്ങി കൊടുക്കുമ്പോഴാണ്. ഞമ്മക്ക് സുബിയാൻ കേൾക്കുമ്പോൾ കുളിർമല്ല, കുളിരാണ്ടായാലും. എന്താ കാര്യം? നമുക്കതൊരു ഭാരമാണ്, ഇവർക്കോ ആവേശമാണ്. സൂറത്ത് നൂർ മറിച്ചു നോക്ക്, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. ബാങ്ക് എപ്പ വിളിച്ചു നോക്കിയാൽ ബിലാൽ അല്ലാഹു അൻഹു എപ്പ ബാങ്ക് വിളിച്ചാൽ മദീന അങ്ങാടി കാലിയാവുക, എല്ലാവരും പള്ളി. എന്താ കാരണം? അവർക്കതൊരാവേശമായിരുന്നു, ജീവവായുവായിരുന്നു. അവർക്ക് മതം നിഅമത്തായി അനുഭവപ്പെട്ടു. നമ്മൾക്ക് മതം ഒരു ഭാരമാണ്. നിവൃത്തില്ലാതെ വന്നാൽ മാത്രമേ മതം സ്വീകരിക്കുള്ളൂ, അള്ളാഹിൻ്റെ ദീൻ. അല്ലാത്തതൊക്കെ നമുക്ക് കല്യാണം നമ്മളിഷ്ടല്ലേ, നമ്മളെ വീട്ടിലെ വിവാഹം നമ്മളിഷ്ടമാണല്ലോ, നമ്മുടെ വസ്ത്രം നമ്മളിഷ്ടമാണ്, നമ്മുടെ ഭക്ഷണം നമ്മളിഷ്ടമാണ്, നമ്മുടെ വീട് നമ്മളിഷ്ടമാണ്. അവിടെ ഏതെങ്കിലും അള്ളാഹുവിൻ റസൂലും ഖുർആനും ഹദീസും വരലുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. അവിടെയൊക്കെ നമ്മളിഷ്ടമാണ്. അവിടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വടിയുണ്ടാവും. കഴിഞ്ഞ കൊല്ലത്തെ കല്യാണത്തിനുള്ളതിനേക്കാളും കാര്യം ഈ കല്യാണത്തിന് വേണം, അത്രേ ഉള്ളൂ. അവിടെ എവിടെയും അള്ളയും റസൂലും ദീനും ഒന്നും കടന്നു വരില്ല സഹോദരന്മാരെ. നിസ്കാരത്തിന് മാത്രമേ ഉള്ളൂ. കൈ അവിടെ കെട്ടണം, ഭയങ്കര തർക്കമായിരിക്കും. ഇവർക്ക് മറ്റ് മേഖലകളിലൊന്നും ദീനിൻ്റെ യാതൊരു ഇതും ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വഹാബികളെ പറ്റി പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർക്ക് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ച ദീനിൻ്റെ ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും ജീവവായുവായിരുന്നു. ഒന്ന്. രണ്ട്, എന്തുകൊണ്ടങ്ങനെ ഉണ്ടായി? അവർക്ക് മനസ്സിൽ അടിയുറച്ച ഒരു ലക്ഷ്യബോധമുണ്ട്. എന്താ ലക്ഷ്യബോധം? മുസ്ലിം ആയാൽ എന്ത് കിട്ടും എന്ന് പലരും പല സന്ദർഭത്തിൽ പ്രവാചകനോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിം ആയാൽ എന്താ കിട്ടുക? ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ആണ്. 7ാമത്തെ മെമ്പറാണ്. അന്ന് 6 ആളേ ഉള്ളൂ ഇസ്ലാമിൽ. 7ാമത്തെ മെമ്പറായിട്ട് അദ്ദേഹം കടന്നു വരുമ്പോൾ അദ്ദേഹം ചോദ്യം, മുസ്ലിം ആയാൽ എനിക്ക് എന്ത് കിട്ടും? ഈ 6 അംഗ ചെറു സംഘത്തിൽ 7ാമനായി ചേർന്നാൽ എനിക്ക് എന്ത് കിട്ടും? 6 ആളേ ഉള്ളൂ എങ്കിൽ അവിടുത്തെ അവസ്ഥ എന്താ? അപ്പോൾ ഒരാളുകൂടി വരികയാണെങ്കിൽ എങ്ങനെങ്കിലും അയാളെ പറഞ്ഞിട്ടും എല്ലാം അങ്ങോട്ട് കൂട്ടുക വേണ്ടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വർഗം കിട്ടും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. ഒറ്റ കാര്യമാണ്, സ്വർഗം കിട്ടാൻ മുസ്ലിം ആവുക. അവർക്കേ മുസ്ലിമായി ജീവിക്കാൻ കഴിയൂ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമാണോ? അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം, ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗമാണ്. സ്വർഗം കിട്ടുമോ? എന്തും ചെയ്യും, അതിനേക്കാൾ അപ്പുറം ഒന്നുമില്ല. ആ വഴിയിൽ എന്തും സമർപ്പിക്കും. കാരണം അവർക്ക് ഏറ്റവും വലുത് മരിച്ചു പോകുന്നുള്ള ഉറപ്പാണ്, ഒരു സംശയവുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എങ്കിൽ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ സ്വർഗത്തിനൊരു ടിക്കറ്റ് വേണം. അത് നിർബന്ധ. അതിന് ഭാര്യ തടസ്സാവൂല, മക്കള് തടസ്സാവൂല, ദുനിയാവ് തടസ്സാവൂല, നാട് തടസ്സാവൂല, ഇതൊന്നും തടസ്സാവൂല. അതുകൊണ്ടാണ് ഹിജറ ഉണ്ടായത്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ 57 യുദ്ധങ്ങൾ ഉണ്ടായത്. നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചരിത്രം അവർക്ക് രചിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം സ്വർഗമായിരുന്നു. ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് അവർ വന്നു. തൻഈം എന്ന് പറഞ്ഞൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ താഴ്വാരത്തിലേക്ക് ഒരു പ്രഭാതത്തിൽ ഒരാൾക്കൂട്ടം അറിഞ്ഞോലെ അങ്ങോട്ട് ഓടും. എന്തോ പ്രധാനപ്പെട്ട എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടാൽ ഒന്നിലും മരിച്ച വീടായിരിക്കും, അല്ലെ വല്ല അപകടം പറ്റിയതാണോ, അല്ലെ വല്ല കല്യാണമാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കാം. തൻഈം എന്ന കുന്നിൻ്റെ താഴ്വാരത്തേക്ക് ഒരു പ്രഭാതത്തിൽ ഒരാൾക്കൂട്ടം ഓടി എടുക്കുന്നു.
എന്താ കാര്യം? 33 വയസ്സായ ഒരു യുവാവിനെ പച്ചയായി കുരിശിൽ തറച്ച് കൊല്ലുകയാണ്. അത് കാണാനാ പോണത്. എന്താണ് ആ യുവാവ് ചെയ്ത തെറ്റ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിച്ചു. ആ കലിമത്ത് തൗഹീദ് സംരക്ഷിക്കാൻ വേണ്ടി ബദറിൽ ആയുധമെടുത്തു. സ്വാഭാവികമായി ശത്രുക്കളെ കൊന്നതിൽ ഒരു ബാപ്പനെ കൊല്ലേണ്ടി വന്നു. ആ ബാപ്പൻ്റെ 2 മക്കൾ അതിന് പകരം വീട്ടാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ്. അത് കാണാനാണ് ഈ ആൾക്കൂട്ടം വന്നത്. കുരിശിൽ തറക്കാൻ നിങ്ങൾക്കറിയാം, ആണി അടിക്കലാണ്. ഓരോ ആണിയിലൂടെയും രക്തം ഇങ്ങനെ പമ്പ് ചെയ്യാണ്. രക്തം ഇങ്ങനെ വാർന്നു പോകുമ്പോൾ ശരീരം തളർന്ന് മരണത്തിൻ്റെ കാലൊച്ചക്ക് കാതോർക്കുന്നു. ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ താൻ മരിക്കും, വഫാത്താവും എന്ന് മനസ്സിലായപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹു തന്നെ യുദ്ധക്കളത്തിൽ പിടിച്ചവരോട്, തന്നെ അങ്ങാടിയിൽ കൊണ്ടുപോയി ലേലം ചെയ്ത് വിറ്റവരോട്, തൻ്റെ പണം കൊടുത്ത് തന്നെ വാങ്ങിയവരോട്, തന്നെ കുരിശിൽ തറച്ചവരോട്, അത് കണ്ട് ആസ്വദിക്കാൻ വന്ന 100 കണക്കിന് നാട്ടുകാരോട് 4 വരി പാട്ട് പാടിക്കൊടുത്തു. നമ്മൾ പാട്ട് പാടിയപ്പോഴാണ് ഏറ്റവും സന്തോഷം ഉണ്ടാകുമ്പോഴാണ്. അദ്ദേഹം ഏറ്റവും സന്തോഷിച്ചപ്പോഴാണ്. എന്തുകൊണ്ടാണ്? അത് അദ്ദേഹത്തിൻ്റെ പാട്ടിലുണ്ട്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ വലസ്തു ബിമുബ്ദിൻ ഫീ അദുവി തഖശുഅൻ വലാ ജാസ അൻ ഇന്നി ഇലല്ലാഹി മർജഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇൻ യശ യുബാരിക് അലാ ഔസാലി ശിൽബി മുമസ്സഈ. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് തൻ്റെ ഫത്ഹുൽ ബാരിയിൽ ഹൃദയസ്പർക്കായിക്കൊണ്ട് ഈ വരികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഹുബൈബ് റളിയല്ലാഹു പറഞ്ഞതെന്നറിയോ? വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ, ഞാൻ ഒരു മുസ്ലിമായി കൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ എങ്ങനെ മരിച്ചാലും എനിക്ക് ഒരാളോട് ഒരു പരാതിയില്ല. കാരണം മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക് പോകും. രക്തസാക്ഷികൾക്ക് 6 പ്രതിഫലമുണ്ട്. രക്തസാക്ഷികൾക്ക് 6 പ്രതിഫലം. 1, അവർക്ക് ഖബർ ജീവിതമില്ല. 2, അവർക്ക് വിചാരണയില്ല. 3, മരിച്ച ഉടനെ സ്വർഗത്തിലേക്ക്. സൂറത്ത് യാസീനാണ് തെളിവ്. ഖീല ദഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. വായിച്ചു നോക്കണം. രക്തസാക്ഷികൾ മരിച്ച ഉടനെ നേരെ സ്വർഗത്തിലേക്ക്. ഖുർആൻ പറഞ്ഞല്ലോ, വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതുൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഖുർആൻ പറഞ്ഞതാ. അത് കിട്ടുന്ന ഒരു മുസ്ലിം ആയിക്കൊണ്ടാണ് മരിക്കുന്നെങ്കിൽ എവിടെ കിടന്ന് ഏത് രൂപത്തിൽ മരിച്ചാലും എനിക്കൊരു ചുക്കുമില്ല. അദ്ദേഹത്തെ കുരിശിൽ തറക്കുന്നതിന് മുമ്പ് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഓപ്ഷൻ വെച്ചു ശത്രുക്കൾ. എന്താണ്? ഹുബൈബേ, നിനക്ക് ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. എന്താ മാർഗം? താങ്കൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി. എന്ത് പറയണം? താങ്കളെ കുരിശിൽ തറക്കുന്നതിന് പകരം താങ്കളുടെ നേതാവിനെ കുരിശിൽ തറക്കുന്നതിന് താങ്കൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ മതി. നേതാവ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. താങ്കളെ കുരിശിൽ തറക്കുന്നതിന് പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുരിശിൽ തറക്കുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ അദ്ദേഹം തയ്യാറായില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടത് സ്വർഗ്ഗാണ്, ജീവിതമല്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, വലസ്തു ബിമുബ്ദിൻ ഫീ അദുവി തഖശുഅൻ വലാ ജാസ അൻ ഇന്നി ഇലല്ലാഹി മർജഈ. അല്ലാഹുവിലേക്ക് യാത്ര പോകാൻ നിൽക്കണ എൻ്റെ യാത്ര മുടക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എടുക്കാനുള്ള പണിയെടുത്ത് വിളിച്ചു. ഞാൻ ജീവിച്ചിരിക്കുക എൻ്റെ നേതാവിൻ്റെ കാൽമൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. എന്നിട്ടല്ലേ കുരിശിൽ തറക്കൽ. നിങ്ങൾ പോയി പണിയൊക്കാൻ പറഞ്ഞു. നോക്കിക്കള്. പുഞ്ചിരിയോടുകൂടി മരണം സ്വീകരിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലെ സ്വർഗം ആരെ മനസ്സിലുള്ളത്? സഹോദരന്മാരെ, നമ്മുടെ സ്വർഗബോധത്തിന് നമ്മെ കൊണ്ട് നന്മ ചെയ്യിപ്പിക്കാനുള്ള പവറുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ മനസ്സിലെ നരകഭയത്തിന് നമ്മെ തിന്മയിൽ നിന്ന് തടുക്കാനുള്ള പവറുണ്ടോ? അതുമില്ലല്ലോ. പിന്നെ എന്താ ഉള്ളത്? ഒരു തുള്ളി വെള്ളം പോലെ. ഇമാം ഖസാലി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലെ. വെള്ളം ഉണ്ടോ ചോദിച്ചാൽ വെള്ളം ഉണ്ട്. ഇത് എന്തെങ്കിലും ഉപകാരത്തിന് പറ്റുമോ? പറ്റൂല. ഈമാൻ ഉണ്ടോ? ഉണ്ട്. എന്തിനു പറ്റും? മനുഷ്യനെ നന്മ ചെയ്യിപ്പിക്കാത്ത, തിന്മയിൽ നിന്ന് തടുക്കാത്തതിന് ഈമാൻ എന്ന് പറയുക. അറിവ് എന്നാണ് ഇതിന് പറയുക സഹോദരന്മാരെ. ഇൽമും ഈമാനും തമ്മിൽ മനസ്സിലാക്കാൻ പറ്റാത്ത നമുക്ക് പിന്നെ പ്രയാസം. ഇൽമ ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ച ഈമാനാന്ന, അത് ഇൽമാണ്. ഇൽമ ഈമാനാവൂല. ഇൽമ എപ്പോഴാണ് ഈമാനാവുക? അത് മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് അറിവ് ഈമാനാകുന്നത്. അതാണ് സ്വഹാബികൾക്ക് ഉണ്ടായത്. അറിവ് അവർക്ക് എത്ര അറിവുണ്ടായിരുന്നു? നമ്മൾ പഠിച്ച അത്ര പഠിച്ചിനോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചില സ്വഹാബികൾ ആകെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലും മാത്രം കണ്ട ആളുകളുണ്ട്. ആകെ ഇസ്ലാംകാരി ഈമാൻകാരി മാത്രം പഠിച്ച് സ്വർഗത്ത് പോയ ആളുകളില്ലേ? പ്രവാചകൻ പള്ളിയിൽ ഇരിക്കുന്നു.
ഒരാൾ വന്നു സലാം പറഞ്ഞ് കയറി പ്രവാചകൻ അടുക്കൽ തിരിച്ചു, അൻത മുഹമ്മദ്, താങ്കളാണോ മുഹമ്മദ് നബി? അതെ. ഇസ്ലാം കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം കാര്യം ഇങ്ങനെ 4-5 കാര്യങ്ങളാണ്. ഈമാൻ കാര്യോ ഇതാ ഇങ്ങനെ 6 കാര്യങ്ങളാണ്. ഈ 6, 5, 11 കാര്യം മുറുകെ പിടിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടും. എന്നാ ഞാൻ ഇതിലൊന്നും കൂട്ടൂല്ല കുറക്കൂല്ല. അയാളോട്ട് ഇറങ്ങിപ്പോയി. ആ പോണ പോക്കിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയോട് പറഞ്ഞു, അയാളെ മുഖം നല്ലോണം നോക്കി വെച്ചാളി. എന്തേ? സ്വർഗത്ത് പോണ മനുഷ്യൻ. അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അയാൾ അറിവ് എത്രയാ? ഈമാൻ കാര്യം ഇസ്ലാം കാര്യം. അറിവല്ലല്ലോ പ്രശ്നം, അറിവനുസരിച്ച് ജീവിത പ്രശ്നം. അതുണ്ടായിരുന്നു സ്വഹാബികൾക്ക്. അപ്പോ അവരുടെ മനസ്സിൽ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗമായിരുന്നു. ഇത്രയോ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻ. അല്ലാഹു അവരെ പറ്റിയും അവർ അല്ലാഹനെ പറ്റിയും തൃപ്തിപ്പെട്ടു. പടച്ചോൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ വല്ല പേടിയും മാറിയോ പരലോകത്തെ പറ്റി? ഇല്ലല്ലോ. അവർ നമ്മളെക്കാളും പേടിയിലാണ് ജീവിച്ചത്, നമ്മളെക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പള്ളിയിൽ സ്വഹാബിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇന്നി ആരിഫു ഇസ്മ റജുലിൻ, എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ പേരറിയാം. ഇവിടെ ഇരിക്കുന്ന ആളെ കൂട്ടത്തിൽ ഒരാളെ പേര് എനിക്കറിയാം. വസ്മ അബിഹി വ ഉമ്മിഹി, അയാളെ അമ്മൻ്റെയും ബാപ്പൻ്റെയും പേരറിയാം. എന്താണ് അയാളെ പ്രത്യേകത എന്നറിയോ? അയാൾക്ക് സ്വർഗത്തിൻ്റെ ഏത് വാതിൽ കൂടെ വേണമെങ്കിൽ കയറിപ്പോവാം. 8 വാതിലാണ് സ്വർഗത്തിനുള്ളത്. ആ 8 വാതിലൂടെയും അദ്ദേഹം സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടും. അങ്ങനെ ഒരാൾ ഈ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് അയാളെ പേരറിയാം, അയാളെ അമ്മൻ്റെ പേരറിയാം, അയാളെ വാപ്പൻ്റെ പേര് വരാം, ശരിക്കും അറിയാമെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫഖാല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഹാദാ മുർതഫിഉൻ ശഅ്നുഹു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലെ നിങ്ങളാ പറഞ്ഞ മനുഷ്യൻ്റെ മഹാഭാഗ്യവാനാണല്ലോ, സ്വർഗത്തിൻ്റെ ഏത് വാതിൽക്കൽ കൂടി കയറി പോകാൻ ഒരാൾക്ക് കഴിയാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ അംഗീകാരം പിന്നെ എന്താ ഉള്ളത്? അയാളെ പേര് നിങ്ങൾ പറയാൻ മറന്നതാണോ വിട്ടതാണോ? ഒന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് പരിചയപ്പെടാലോ, അദ്ദേഹത്തെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കാലോ എന്ന അർത്ഥത്തിൽ സൽമാൻ റളിയല്ലാഹു അൻഹു സംസാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹാദാ അബൂബക്കർ അബീ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹുവിനെ പറ്റിയാ പറഞ്ഞത്. എന്നാ സഹോദരന്മാർ, ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ നാവുന്ന് നേർക്ക് നേരെ കേട്ട ഈ മനുഷ്യന്റെ ജീവിതം നമ്മളാണെ പിന്നെ നമ്മൾ ഭയങ്കര സന്തോഷം, ഒന്നും ബേജാറാണല്ലോ. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? അദ്ദേഹം വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കി വീട്ടിൽ പള്ളിക്ക് പോകുമ്പോഴാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു മാൻ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങാണ്. തൊട്ടടുത്തുനിന്ന് കാണാനുള്ള അവസരമാണ്. അങ്ങനെ അദ്ദേഹം മാനിനെ കണ്ടിങ്ങനെ ആസ്വദിക്കുക. അപ്പോഴാണ് അദ്ദേഹം പറയണത്, അല്ലയോ മാനെ, നിനക്കെന്താ സുഖം? നിനക്ക് എവിടുന്നും ഭക്ഷണം കഴിക്കുക, എവിടുന്നും വെള്ളം കുടിക്കുക, എവിടെയും കിടന്നുറങ്ങാം, പരലോകത്ത് നിനക്ക് വിചാരണ ഇല്ലല്ലോ. അബൂബക്കറും നിന്നെ പോലെയായിരുന്നെങ്കിൽ. ആരെ പോലെ? ഈ നാക്കാലിൻ്റെ മാതിരി. എന്താ അതിൻ്റെ ആവശ്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വാക്കിനെ പറ്റി ഖുർആൻ വന്നത്, വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹ. അള്ളാഹ് പറഞ്ഞതല്ലേ സ്വർഗ്ഗം ഉണ്ട്, എന്നിട്ട് പേടി മാറുന്നുണ്ടോ? ഇല്ല. അതാണ് അവരുടെ രണ്ടാമത്തെ പ്രത്യേകത. നമുക്കൊക്കെ റമദാനാണ് കഴിഞ്ഞാൽ പള്ളിയാണ് കാലിയാവുക. എന്താ കാരണം? കുറച്ചധികമായി പോയോ എന്നൊരു തോന്നൽ. ഓരോ 10 കഴിയുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് വരില്ലാണ്. എന്താ കാരണം? എന്താണെന്നറിയില്ല, മതിയായി എന്നൊരു തോന്നൽ. നമ്മളൊക്കെ സ്വർഗത്തിൽ പോയില്ലേ പിന്നെ ആരാ പോവാന്നുള്ളൊരു തോന്നൽ ഇതൊരൊറ്റ സ്വഹാബിക്കുണ്ടായിരുന്നില്ല. ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ആർക്കും പിന്നീട് ജീവിതത്തിൽ ഞങ്ങളെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിരിക്കണല്ലോ എന്ന നിലക്ക് ഒരു അലസത നമ്മൾക്ക് കാണുന്നില്ല. എന്നാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ട്. അതുണ്ടാവരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർത്തിയെടുത്ത സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഗുണം അതാണ്. അവർക്ക് ഇസ്തിഗ്നാ അഥവാ ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ചിന്തയുണ്ടായിരുന്നില്ല. മൂന്നാമത്തത്, ഒരു മനുഷ്യന്റെ ജീവിതം വിജയിച്ചു എന്ന് പറയാൻ ഖുർആൻ ഒറ്റ മാനദണ്ഡ പരിഗണിച്ചത്, സ്വഹാബികളും ഒറ്റ മാനദണ്ഡ പരിഗണിച്ചത്. നമ്മൾ ഒരുപാട് മാനദണ്ഡം പരിഗണിക്കും. അയാളെ ജോലിയും അയാളെ വരുമാനവും അയാളെ വീടും വാഹനവും കച്ചവട സ്ഥാപനവും വാടക കെട്ടിടങ്ങളും ഇതൊക്കെ നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ മഹത്വം തീരുമാനിക്കുക. എന്നാൽ ഖുർആൻ ഒറ്റ മാനദണ്ഡമാണ് ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് പറയാൻ. സൂറ ആലു ഇമ്രാൻ 385 ആയത്ത്. നമ്മൾ വഅദ് കേൾക്കാൻ തുടങ്ങി ആ കാലഘട്ടം മുതൽ കേൾക്കുന്നതാണ്. എല്ലാവർക്കും ആയത്ത് പറയാം, അർത്ഥം അറിയാം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാവരും മരണം രുചിക്കുന്ന, മരിക്കുന്നല്ല, മരണത്തിന് കീഴടങ്ങുന്നല്ല, മരിക്കേണ്ടി വരുന്നൊന്നും അല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് മരണം രുചിക്കുന്ന.
കാരണം മരണത്തിന് രണ്ട് രുചിയുണ്ട്, മധുരമുണ്ട്, കയ്പുണ്ട്. ഇനി നമ്മളെ മരണം മധുരമാണോ ഇല്ലേ എന്നറിയാൻ ഒരു വഴിയുണ്ട്. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ഫോൺ, നമ്മളെ ഫോൺ അടിച്ചാൽ മോനോട് പറയും, മോനെ ആ ഫോണൊന്നും എടുക്കും. എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ മോൻ പോയി ഫോൺ എടുത്ത് വരുമ്പോൾ വെറുതെ ചോദിച്ചു, ആരാണ് ഉപ്പുണ്ട് അവിടെ? ആ കൊടുക്കുക. ആ ഉപ്പ് ആരാന്നറിയില്ല, ഞങ്ങളെ ചോദിക്കണത് ഉപ്പനെ. അപ്പോൾ ഉപ്പര് വലത്തേ കൈമൽ പത്തിരി ആയതുകൊണ്ട് ഇടത്തേ കൈ കൊണ്ട് ഫോൺ വാങ്ങി, ഹലോ ആരാണ്? മലക്കുൽ മൗത്ത. പിന്നെ പത്തിരിയും വേണ്ട, കോയും വേണ്ട, പോത്തും വേണ്ട, ചായയും വേണ്ട, ആകെ വരണ്ട് കൊല്ലി വണ്ണം വെച്ച് നാവ് കീപ്പിട്ട് വരിഞ്ഞ് തൊള്ളയിലെ വെള്ളം പറ്റി. എന്തേ സംഭവം? പേര് കേട്ടിട്ടേ ഉള്ളൂ, മലക്കുൽ മൗത്ത്. മനസ്സിലായില്ല. മൂപ്പരാകെ ബേജാറായപ്പോൾ മക്കളും എന്തേ ഒന്നുമില്ല, ആരാ വിളിച്ചത് എനിക്ക് മനസ്സിലായില്ല. മോൻ പറഞ്ഞു, ഞാൻ സംസാരിച്ചു പോട്ടെ. മോൻ വാങ്ങി, അല്ല ആരാണ്? എൻ്റെ വാപ്പനെ മരിപ്പിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മൽക്ക. ഓൻ വീണ് എങ്ങനെയൊക്കെ തപ്പിത്തടഞ്ഞു ചോദിച്ചു, എന്തേ ഇപ്പം നിങ്ങളിങ്ങനെ വിളിക്കുക? അങ്ങനെ സംഭവം ഇല്ലല്ലോ, വിളിച്ചിട്ടല്ലല്ലോ നിങ്ങൾ വരല്, നിങ്ങൾ പിന്നെ എന്തേ ഇപ്പം ഒന്ന് വിളിക്കാൻ കാരണം? ഒന്നുമില്ല, ഒരു 7:30 മണിയായിട്ടേ ഉള്ളൂ, 10:30ക്കാണ് വാപ്പ മരിക്കേണ്ടത്, എവിടെ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ എന്നെങ്ങാനും പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും പറയോ, എന്തിനാ നിങ്ങൾ 10:30 ആവാൻ കാത്തിക്കണ്, പോരി ഞാൻ റെഡിന്ന് പറയാൻ കഴിയൂലെങ്കിൽ അവർക്ക് മരണം കയ്പ, ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ഖുർആൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വന്നു. നിങ്ങൾ നോക്കൂ, മരണം മുൻകൂട്ടി പ്രവചിക്കപ്പെട്ട സ്വഹാബികൾ ജീവിച്ചിരുന്നില്ലേ ഒരു ടെൻഷനും ഇല്ലാതെ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഒരിക്കൽ ഉഹുദ് മലന്റെ മുകളിൽ കയറി. ഉഹുദ് മല എന്ന് പറഞ്ഞത് ഒരുപാട് പ്രത്യേകതയുള്ള മലയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലയെ പറ്റി പറഞ്ഞത്, ഉഹുദിനെ വിശ്വാസികൾ സ്നേഹിക്കുന്നു, ഉഹുദ് വിശ്വാസികളെയും സ്നേഹിക്കുന്നു എന്നാണ്. യാത്രയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മടങ്ങി വരുമ്പോൾ ഉഹുദ് ഇങ്ങോട്ട് കണ്ടാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്പീഡിൽ നടന്നിട്ട് ഉഹുദ് മലന്റെ മുകളിൽ കുറച്ച് കയറി ഇരുന്നിട്ടാ പോവാ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ 4 ആളുകൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഉഹുദ് ഒന്ന് കുലുങ്ങി. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹദിനോട് പറഞ്ഞു, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ അടങ്ങ്, എന്തിനാ ഈ ബേജാറാണ്? ആരാ നിന്റെ മോളെ കയറിയെന്ന് എനിക്കറിയോ? ഒന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, 2 വസിദ്ദീഖ്, 3ാമത്തെയും 4ാമത്തെ ആളെ പേരല്ലല്ലോ പറഞ്ഞത്. 3ാമത്തെ ആൾ ഉമർ റളിയല്ലാഹു അൻഹു ആണ്, 4ാമത്തെ ആൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, വശഹീദാൻ, രക്തസാക്ഷിയാവാൻ പോകുന്ന 2 ആളുകളും. ഞമ്മക്ക് ഉറക്കം പോകാൻ വേറെ വല്ലതും വേണോ? മരിച്ചോട്ടെ, സ്വർഗം കിട്ടും. രക്തസാക്ഷിത്വം ഉമർ റളിയല്ലാഹു ചോദിച്ചു വാങ്ങിയതാ. ഉമർ റളിയല്ലാഹു രക്തസാക്ഷിത്വം ചോദിച്ചു വാങ്ങിയതാ. മദീനത്തെ പള്ളിയിൽ നിന്ന് നിരന്തരം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ർസുഖ്നി അഷ്ഷഹാദത ഫീ സബീലിക് വഫീ ബിലാദി റസൂലിക് വഫീ മസ്ജിദ് റസൂലിക്. അല്ലാഹുവേ ഉർസുഖ്നി, നീ എനിക്ക് നൽകണം അഷ്ഷഹാദത, രക്തസാക്ഷിത്വം. എത്ര യുദ്ധത്തിൽ ഞാൻ പങ്കെടുത്ത്, പക്ഷെ എനിക്ക് രക്തസാക്ഷിയാവാൻ സാധിച്ചില്ല. അവിടെ മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, എവിടുന്നെങ്കിലും തരരുത്. ഫീ ബിലാദി റസൂലിക്, നിന്റെ പ്രവാചകന്റെ തൃപ്പാദങ്ങളാൽ അനുഗ്രഹീതമായ മദീനയിൽ വെച്ച് വേണം. പോരാ, 20,000-ൽ പരം പ്രവാചകൻ ജമാഅത്ത് നമസ്കരിച്ച, 100 കണക്കിന് ഖുത്ബ നിർവഹിച്ചിട്ടുള്ള, 1000 കണക്കിന് ഉപദേശം നൽകിയിട്ടുള്ള മദീന പള്ളിയിൽ വെച്ച് വേണം എനിക്ക് രക്തസാക്ഷിത്വം. അല്ലാഹു കൊടുത്തില്ലേ? സുബീക്ക് ഇമാം വെക്കുമ്പോ അബൂ ലൂലുത്ത് എന്ന ജൂതന്റെ 9ഓളം കുത്തേറ്റ് പെടഞ്ഞു മരിച്ചു. ഇത് മാസങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പറഞ്ഞതാ, രക്തസാക്ഷിയാവാൻ പോണ ആളാണ്. നമ്മളെ പറ്റി എങ്ങാനും പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തിറങ്ങും. പിന്നെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങാൻ ശ്രമിക്കും, അനങ്ങല്ലേ ഇപ്പോഴാ രക്തസാക്ഷിയാവാനാണ് റസൂൽ പറഞ്ഞതാണ്. മരണത്തെ പേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞതിനർത്ഥം അവരുടെ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതം വിജയിച്ചു എന്ന് അള്ളാഹു പറയുന്നത് എപ്പോഴാണ്? ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് തുണയാവാത്ത പരലോകത്ത് നരകത്തുനിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആര് പ്രവേശിപ്പിക്കപ്പെടുന്നുവോ ഫഖദ് ഫാസ്, അവനാണ് പാസ്സായവൻ. പാസ്സായവൻ, വിജയിച്ചവൻ. അതാണ് വിജയത്തിന്റെ ഏക മാനദണ്ഡം. ആ അർത്ഥത്തിലാണ് സ്വഹാബികൾ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, ഞാൻ സ്വർഗത്തിലൊരു കൊട്ടാരം കണ്ടു.
ആ കൊട്ടാരം സ്വർണത്തിൻ്റെയും വെള്ളിൻ്റെയും ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചതാണ്. ഉള്ളിൽ കയറി നോക്കിയാൽ പുറമൊക്കെ കാണാം, പുറത്ത് നോക്കിയാൽ ഉള്ളു മുഴുവൻ കാണാം. അത് എന്താണെന്ന് എനിക്കറിയില്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ് വിശ്വസിക്കലേ നിവൃത്തിയുള്ളൂ. ആ കൊട്ടാരം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളി എന്ന് പറയാം. അതിൻ്റെ മുമ്പിൽ കാവൽക്കാർ 2 ആളുകളുണ്ട് ഗേറ്റിങ്ങൽ. അവരോട് ഞാൻ ചോദിച്ചു, ഈ കൊട്ടാരം ആർക്കുള്ളതാണ്? അവർ പറഞ്ഞു, ഫതം മിൻ ഖുറൈഷ്, ഖുറൈശികളിലെ ഒരു യുവാവിന് അള്ളാഹു ഒരുക്കി വെച്ചതാണ്. ആരാണ്? ദാലിക ഉമർ ബിൻ ഖത്താബ്, ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. ഭൗതികമായ അളവ് പോലെ വെച്ച് പരിശോധിച്ചാൽ അമ്പെ പരാജയല്ലേ. 10 പൈസ ഉണ്ടാക്കിനോ? 10.5 കൊല്ലം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ചിട്ട് 20 സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച ചക്രവർത്തിയാണ് സഹോദരങ്ങളെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സക്കാത്ത് കൊടുത്താൽ വാങ്ങാൻ ആളില്ലാത്ത വിധം ജനങ്ങൾ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയിലെത്തി. സക്കാത്തിൻ്റെ മുതൽ മദീനത്തെ പള്ളിയിൽ കുമിഞ്ഞുകൂടി. ആ സാമ്രാജ്യം ഭരിച്ച മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ 93,000 ദിർഹം കടത്തിലിരുന്നു. 93,000 ദിർഹം. ഫലസ്തീൻ ഇസ്ലാമിന് കീഴടങ്ങി. ബൈത്തുൽ മുഖദ്ദിസ് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നു. ബൈത്തുൽ മുഖദ്ദിസിന്റെ മെത്രാൻ പറഞ്ഞു, ഈ ബൈത്തുൽ മുഖദ്ദിസിന്റെ ആധാരം രേഖ ഞങ്ങൾ നിങ്ങളെ കയ്യിൽ തരൂല, ഉമർ അള്ളാഹുവിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുത്തോളാന്ന്. അപ്പോൾ ഉമർ അള്ളാഹു ഫലസ്തീനിലേക്ക് ബൈത്തുൽ മുഖദ്ദിസിന്റെ രേഖ വാങ്ങാൻ വരുന്ന ഒരു രംഗണ്ടുകൾ വായിച്ചു നോക്കണത്. അങ്ങനെ തീരുമാനിച്ച് അവിടുത്തെ ആളുകൾ മദീനയ്ക്ക് വിവരം അറിയിച്ച് ഉമർ അള്ളാഹുവിന് ഇത് വാങ്ങാൻ പോകുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ സഹാബികൾക്ക് ബേജാറായി. എന്താ ബേജാറെന്നറിയോ? 19 സ്ഥലത്ത് തുന്നിയ കുപ്പായാണ് ഈ മനുഷ്യണ്ട. ഇത് വിട്ടിട്ടൊരു നാട്ടിലേക്ക് പോകാൻ പറ്റുമോ? 20 സാമ്രാജ്യത്തിൻ്റെ ഉടമസ്ഥൻ, ലോകം കണ്ട നീതിമാനായ ഭരണാധികാരി എന്നൊക്കെ പേര് കേട്ട ഈ മനുഷ്യന് ഒറ്റ കുപ്പായം, 19 സ്ഥലത്ത് തുന്നിയ കുപ്പായം. ഇതൊന്ന് മാറ്റാൻ പറയാൻ ധൈര്യമല്ല. അത് സ്വഹാബികൾ ഏൽപ്പിച്ചത് മഹാനായ ഹഫ്സ റളിയല്ലാഹു അൻഹ മകളാണ്. മകൾക്ക് പിന്നെ ബാപ്പനോടൊരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ. മകള് നല്ല സമയം നോക്കി പറഞ്ഞു, വാപ്പ, ഫലസ്തീനിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഒരു ഗോത്ര മഹിമുള്ള നാടാണ്, അതുകൊണ്ട് നമ്മളെ ഇസ്സത്ത് നമ്മൾ കളയരുത്. വാപ്പ പോകുമ്പോൾ ആ കമീസ് മാറ്റിയിട്ട് ഒരു നല്ല കമീസ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമർ അള്ളാഹുവിന് ഒരു നോട്ടം, ആ നോട്ടം തന്നെ പകുതി ദഹിച്ചു പോണ നോട്ടം. എന്നിട്ട് പറഞ്ഞു, ഹഫ്സ, നീ അടക്കമുള്ള പ്രവാചക ഭാര്യമാരെ പ്രവാചകൻ തലാഖ് ചെല്ലാൻ ആഗ്രഹിച്ചൊരു സമയം ഉണ്ടായിരുന്നു, അറിയോ? ആ സമയത്ത് ഞാൻ ആ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് പ്രവാചകൻ കിടന്ന വിരിപ്പേതാന്ന് എനിക്കറിയോ? അന്ന് പ്രവാചകൻ ധരിച്ച കുപ്പായതാന്ന് എനിക്കറിയോ? അന്ന് പ്രവാചകൻ കഴിച്ച ഭക്ഷണം ഏതാന്ന് എനിക്കറിയോ? അതിനേക്കാൾ മെച്ചപ്പെട്ട കുപ്പായും തുണിയും ഇടേണ്ടവനല്ല ഉമർ. ഈ കുപ്പായുമായിട്ട് പോയിട്ട് കിട്ടുന്ന രേഖ മതി. പിന്നെ മുണ്ടാൻ കഴിയോ? ഈ മനുഷ്യന് ജീവിതം വിജയിച്ചു എന്ന് പറഞ്ഞത് എപ്പോഴാ? സ്വർഗം കിട്ടി എന്നിടത്താ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 കൊല്ലം 3 മാസം ഇസ്ലാമിക സാമ്രാജ്യം ഭരിച്ച ആളാ. 5 പൈസ ഉണ്ടാക്കിയോ? നമ്മൾ അങ്ങനെയാണ് ഒരുത്തന്നെ വിജയം കണക്കാക്കല്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അദ്ദേഹം 2 കൊല്ലം ചില്ലറ മാസം ബൈത്തുൽ മാലിന്ന് പറ്റിയ ശമ്പളത്തിന് പകരം തൻ്റെ ഏക തോട്ടം വഖഫ് ചെയ്തിട്ടാണ് മരിച്ചു പോയത്. 5 പൈസ ഇങ്ങോട്ട് പറ്റിയില്ല, 5 പൈസ ഉണ്ടാക്കിയിട്ടുമില്ല. ഭൗതികമായി നോക്കിയാൽ വട്ടപൂജ്യം, എന്നാൽ ഇസ്ലാമിക ഭാഷയിൽ വിജയിച്ചു. ഒന്നാമതായി സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബി അദ്ദേഹമാണ്. അപ്പൊ സ്വർഗം കിട്ടുക എന്നതാണ്, നരകമോചനം കിട്ടുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഈ ലക്ഷ്യം മനസ്സിലുറച്ചത് കൊണ്ട് അവർക്ക് മതം ഒരാവേശമായിരുന്നു, ജീവവായുവായിരുന്നു. അങ്ങനെ മാറോട് ചേർത്ത് ഒരു നിഅമത്ത് കിട്ടിയ സന്തോഷത്തോടെ ഈ ആദർശത്തെ പ്രയോഗവൽക്കരിച്ച സ്വഹാബികളുടെ ജീവിതം ആദ്യാവസാനം പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നതാണ് റമളാനിൽ ഖുർആനെ പറ്റി പറയുമ്പോൾ പ്രത്യേകിച്ച് ഖുർആൻ അനുസരിച്ച് ജീവിച്ച സൊസൈറ്റിയെ നമ്മൾ ഓർക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അവരുടെ മതപരമായ പഠനം, ഖുർആൻ പഠിക്കാൻ അവർ സഹിച്ച ത്യാഗം, അത് ജീവിതത്തിൽ പകർത്താൻ അവർ കാണിച്ച ത്വര നോക്കൂ. മദീനത്തെ പള്ളിയിൽ മഗ്രിബ് ബാങ്ക് കൊടുത്തു, മഗ്രിബ് നമസ്കരിച്ചു. മഗ്രിബ് നമസ്കരിച്ചാൽ പിന്നെ ഇശാക്ക് 1 മണിക്കൂറിൽ താഴെ, 1 മണിക്കൂറേ മാക്സിമം ഉള്ളൂ. അപ്പോൾ പള്ളിയിൽ പോയ ചില ആളുകൾ പിന്നെ ഇശാ നിസ്കരിച്ചിട്ട് പോവാം എന്ന നിലക്ക് സ്ത്രീകളും പുരുഷന്മാരും പള്ളിയിലുണ്ട്. അപ്പോൾ ഏശാൻ കൊടുത്തു.
ഇശാബാങ്ക് കൊടുത്തപ്പോൾ ഒരായത്തിറങ്ങി. ആയത്തല്ല, ആയത്തിനൊരു കഷ്ണം. ഫല്യദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, നിങ്ങൾ മക്കനെ മാറിടത്തിലേക്ക് താഴ്ത്തി മറക്കണം. ആ നിയമം ഇറങ്ങാണ്. അപ്പൊ പള്ളി വന്ന പെണ്ണുങ്ങൾ വേണ്ടത്ര മറച്ചിട്ടില്ല, കാരണം അന്ന് ആ നിയമമില്ല. അപ്പൊ ഈ കേട്ട പെണ്ണുങ്ങള് ബാങ്ക് കൊടുത്തപ്പോൾ ഇറങ്ങിയ ആയത്ത് ഇഖാമത്ത് കൊടുത്തപ്പോഴേക്കിന് തട്ടം മൊക്കനാക്കി കണ്ടാണ്. കേക്ക സമിഅന വ അതഅന, ഈ സംസ്കാരം എന്നോ നഷ്ടപ്പെട്ടു പോയി. ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഖുത്ബ കേട്ട് ഇറങ്ങിപ്പോണ സന്ദർഭത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ വീട്ടിലെത്തുന്നത് വരെ സംസാരിക്കൽ പ്രവാചകൻ അന്ന് പറഞ്ഞ വിഷയമാണ്. എന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച പള്ളിക്ക് എത്തുന്നതിൻ്റെ മുമ്പ് അന്ന് പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അടുത്ത വെള്ളിയാഴ്ച വരിക. അപ്പോൾ പഠിക്കാൻ അവർ സഹിച്ചു, ജീവിതത്തിൽ പകർത്തി ഓരോ സംഗതിയും. നിങ്ങൾ നോക്കൂ, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വലിയ പ്രശസ്തിയിൽ നിൽക്കുന്ന സമയത്താണ് ഒരു രാജ്യത്ത് കുറേ രാജാക്കന്മാരും പ്രഭുക്കന്മാരൊക്കെ ഒരു ഉച്ചകോടി അങ്ങനെ ഉണ്ടല്ലോ, രാജാക്കന്മാരൊക്കെ ഒരുമിച്ച് കൂടും, പല കാര്യം ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങനെ അവിടെ വന്നു, ചർച്ചയൊക്കെ കഴിഞ്ഞു. അതിൽ മുസ്ലിങ്ങളും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഭക്ഷണം വിളമ്പി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ച പാത്രം ഇങ്ങനെ വടിച്ച് നക്കുകയാണ്, ഇങ്ങനെ വടിക്കുകയാണ്. അപ്പം ഇത് മുസ്ലിം അല്ലാത്ത വേറൊരു രാജാവോ പ്രഭുവോ കണ്ടപ്പോൾ അയാൾക്ക് തോന്നി ഇയാൾക്ക് മതിയായില്ല. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾക്ക് കുറച്ചുകൂടി ചോറിട്ട് കൊടുക്കുക, ആ പാത്രം പോട്ടാവും, അയാതി വടിയാ വടിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു വേണ്ട, എനിക്ക് ഭക്ഷണം മതി. പിന്നെന്തപ്പം ഇങ്ങനെ കയ്യിൻ്റെ വിരലൊക്കെ നക്കി ചോന്ന് കിടക്കണം. അപ്പം അദ്ദേഹത്തിനത് അറിയില്ല, മുസ്ലിം ഒന്നുമല്ലല്ലോ. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, കൈയൊക്കെ കഴുകി അയാളെ വിളിച്ചു. നമ്മളൊക്കെ കേൾക്കേണ്ട ഒരു സംഗതിയാണ്. ഒന്നും ശോഭിച്ചില്ല, കാരണം അദ്ദേഹം മുസ്ലിം അല്ല, അദ്ദേഹത്തിൻ്റെ നിയമങ്ങളൊന്നും ബാധകമല്ല, അയാൾക്ക് അറിയില്ല അതെന്താന്ന്. അയാൾക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം അത്റുകു സുന്നത്ത ഹബീബി ലിഹൗലാഇൽ ഹംഖാ, അത്റുകു സുന്നത്ത ഹബീബി ലിഹൗലാഇൽ ഹംഖാ. കുറേ വിഡ്ഢികൾ അവിടെ കൂടിയ പ്രഭുക്കന്മാർ രാജാക്കന്മാരൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ച വിഡ്ഢികൾ എന്നാ. കുറേ വിഡ്ഢികൾ ഇവിടെ ഒരുമിച്ച് കൂടി എന്ന് കരുതി ഞാൻ എൻ്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഒഴിവാക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. എൻ്റെ റസൂലുള്ളാഹിന്റെ സുന്നത്താണത്. ഒരു സുന്നത്തിന് ഒരു വലിയ സദസ്സിൽ വെച്ച് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടൊരു മനുഷ്യൻ കൊടുത്ത വലിയ നിലയും ഏതെങ്കിലും സുന്നത്തിന് ഞാൻ നിങ്ങൾ കൊടുക്കലുണ്ടോ? കാരണം അത് ജീവവായുവാണ്. പ്രവാചകൻ ഒരു സംഗതി ചെയ്തു എന്നറിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോതിരട്ട് വന്നു പള്ളിയിൽ. പിന്നെ പിറ്റത്തെ നിസ്കാരത്തിന് എല്ലാവരും മോതിരം ഊരി എറിഞ്ഞി. അപ്പം എല്ലാവരും ഊരി എറിഞ്ഞി. റസൂലുള്ളാഹി ജുമഅക്ക് പള്ളി വന്ന് ചെരുപ്പെടുത്തിട്ട് വെച്ചു, എല്ലാവരും ചെരുപ്പ് കൂടെ കൊണ്ടുവച്ചു. അപ്പം റസൂൽ എടുത്ത് പുറത്ത് വെച്ചു, എല്ലാവരും ആടെ കൊണ്ടുവച്ചു. എന്താണ് പ്രവാചകൻ ചെയ്യുന്നത്? അങ്ങനെ അതിൽ വേറെ നോട്ടൊന്നുമില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് സഹാബയുടെ പേരെന്താ? മുത്തബിഉ സുന്ന എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ സൂക്ഷ്മമായി പഠിച്ച് പകർത്തിയവൻ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ആ പേരൊന്നും അല്ല അദ്ദേഹത്തിന് കിട്ടുക, വേറെ പല പേരുകൾ. മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞാൽ ആദരിക്കുക ചെയ്തത്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും ഹജ്ജിന് പോകില്ല. എന്താ കാരണം എന്നറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ദിവസമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അന്നേ ഇറങ്ങുള്ളൂ. അങ്ങനെ തീരുമാനിക്കാൻ ലോക മുസ്ലിങ്ങൾക്ക് സാധിക്കുമോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് സമയം ഇറങ്ങിയത് അപ്പോഴേ ഇറങ്ങുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടൊക്കെ മൂത്രയിക്കാൻ കുത്തിരുന്നു അവിടൊക്കെ കുത്തിരുന്നു, മൂത്രയിക്കാൻ അല്ലെങ്കിൽ വെറുതെ കുത്തിരിക്കും. പ്രവാചകൻ എവിടൊക്കെ വിശ്രമിച്ചു അവിടൊക്കെ വിശ്രമിക്കും. പ്രവാചകൻ എവിടൊക്കെ ഭക്ഷണം കഴിച്ചു അവിടൊക്കെ ഭക്ഷണം കഴിക്കും. ഇതൊന്നും സുന്നത്തല്ല. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അതൊക്കെ ചെയ്യും. എന്നിട്ട് സഹാബികൾ ആക്ഷേപിക്കുക ചെയ്തത് മുത്തബിഉ സുന്ന എന്ന് പറഞ്ഞു, ആദരിക്കുക ചെയ്തു. നമുക്കറിയാം കുബാ പള്ളി, കുബാ മസ്ജിദ് മദീനത്തെ പള്ളി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഉണ്ടാക്കിയതാണ്. 2 റക്അത്ത് നിസ്കരിക്കുക സുന്നത്തുണ്ട്. ഏത് ദിവസം നമ്മൾ പോകുമ്പോൾ ഏത് ദിവസം തിരക്കില്ല. നമുക്ക് പിന്നെ നിശ്ചയം പറ്റൂലല്ലോ. നമുക്ക് ഗവൺമെന്റ് പരമായ അനുവാദം കിട്ടിയ ദിവസമല്ലേ പോകാൻ പറ്റുള്ളൂ. ഏത് ദിവസമാണെങ്കിലും അവിടെ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലിയുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ശനിയാഴ്ച പോകും. അപ്പോൾ ചോദ്യം ചെയ്തു സാഹിബ്, എന്താ ശനിയാഴ്ച പ്രത്യേകത? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പോയത് ശനിയാഴ്ചയാണ്. അദ്ദേഹം നോക്കി പഠിച്ചു വെച്ചാണ്. അപ്പൊ പ്രവാചകന്റെ ഓരോ സുന്നത്തും അള്ളാഹിന്റെ ഓരോ കൽപ്പനയും ജീവവായുവായി സ്വീകരിച്ചു അവർ. അള്ളാഹ് വിരോധിച്ചാലോ നൂറ്റാണ്ടുകളായിട്ട് അനുഭവിക്കുന്ന സംഗതിയാണെങ്കിൽ പോലും പുഷ്പം പോലെ വലിച്ചാണ്ട് എറിയാൻ ഒരു പ്രയാസമില്ല. നമുക്ക് പല തെറ്റും ഒഴിവാക്കാൻ പറ്റണില്ല.
എന്താ കാരണം പരിശോധിക്കണം. കള്ള് ഹറാമാക്കിയ ചരിത്രങ്ങൾ കേട്ടില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കള്ള് ഷാപ്പാണ് മദീന പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്നിടത്ത. ഇവിടെ നിസ്കരിക്കുക, ആടുന്ന് കുടിക്കുക, ആടുന്ന് കുടിക്കുക, ഇവിടെ നിസ്കരിക്കുക. പണ്ടിൻ്റെ നാട്ടിൽ ഈ പുഷ്പന്റെ അടുത്തൊരു സിനിമ ഉണ്ടായിരുന്നു, പുഷ്പ പള്ളിൻ്റെ അടുത്ത്. എൻ്റെ നാട്ടിൽ നിന്ന് ഒരാൾ ചെയ്ത് രണ്ടും ഒരാളതാണോ, കാരണം നിസ്കരിക്കുക സിനിമയും കാണാം എന്ന് പറഞ്ഞ പോലെ മദീന പള്ളി നിസ്കരിക്കുക, ആടെ പോയി കള്ള് കുടിക്കുക. കള്ള് ഹറാമാക്കണ മുമ്പുള്ള ചരിത്രം, അതിന് വൈകുന്നേരം ആരും പോകാൻ നിൽക്കണ്ട. അത് പറഞ്ഞത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ കള്ള് ഹറാമാക്കിയത്. 1919 അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ സൗദി അറേബ്യയിൽ ചെന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു അറബിയുടെ ഫോസിലെടുത്തിട്ട് അമേരിക്കൻ ലബോറട്ടറി കൊണ്ടുപോയി പരിശോധിച്ചു. പിറ്റേന്ന് പ്രധാനപ്പെട്ട ലോകത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു, അറബികളുടെ ശരീരത്തിൽ കള്ളിൻ്റെ കോശങ്ങൾ ഉണ്ടായിരുന്നു. അത്ര കള്ളുമായി ബന്ധപ്പെട്ട സമൂഹം അറബികൾ. അവരോട് കള്ള് ഹറാമാക്കിയത് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. അനസ് റളിയല്ലാഹു അൻഹു പാർന്നു കൊടുക്കുക, അബൂ തൽഹ ക്യാഷ് എന്ന് പൈസ വാങ്ങുക. അപ്പോഴാണ് ഇങ്ങനെ റോട്ടുമ്മക്കൂടെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബു, നിങ്ങൾ കള്ള് ഹറാമാക്കിയിരിക്കുന്നു, ഒഴിവാക്കണം എന്നായത്തിറങ്ങുന്നത്. അത് കേട്ട അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്താ മറുപടി പറയേണ്ടത്? എന്നാ കുറച്ച് മുമ്പ് പറയണ്ടേ, ഉണ്ടാക്കിയ കള്ളൊക്കെ എന്താ കാട്ടുക? അപ്പൊ ചെത്ത് തൊഴിലാളികൾ മാർച്ച് നടത്തിയോ പ്രവാചകന്റെ പള്ളിയിലേക്ക്? CITU ഇല്ല. എന്താ കാരണം? സമിഅനാ വഅതഅനാ ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ വിരമിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഫന്തഹൈന, ഞങ്ങൾ വിരമിച്ചു, ഇനി കള്ളും ഞങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയാൻ ഇത്രമേൽ ആർജവം കാണിച്ചത് എന്തുകൊണ്ടാ? അള്ളാന്റെ കൽപ്പന വന്നാൽ പിന്നെ ഒന്നും പ്രശ്നമല്ല, ലക്ഷ്യം സ്വർഗമാണ്. എന്നിട്ട് അതിന്റെ മാറ്റത്തിലേ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിന്റെ മാറ്റത്തിന്റെ കടുപ്പം താരങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കള്ള് ഷാപ്പൊക്കെ അടിച്ചു പൊളിച്ച്. ആര്? നാട്ടുകാരല്ല, അദ്ദേഹം തന്നെ. കള്ള് സൂക്ഷിച്ചിരുന്ന പാത്രമൊക്കെ അടിച്ചുടച്ച് കള്ളിന്റെ പുഴ ഒഴുകി എന്നൊക്കെ നമ്മൾ കേട്ടണല്ലോ. ഈ കള്ള് ചില കുഴികളിൽ ഇങ്ങനെ തളം കെട്ടി നിന്ന്, മരുഭൂമിയാണ്, കള്ള് വെള്ളം കുടിക്കൂല, അങ്ങനെ ആവിയായി ആവിയായി വറ്റിപ്പോണം. മുന്തിരിക്കള്ളാണ് ഇവിടെയൊക്കെ തളം കെട്ടിയിരുന്നത്. മുന്തിരിന്റെ കളറാണ്, അതേ കളറ് ആ തളം കെട്ടിയിരുന്ന മണ്ണിനുണ്ടായി. ഒരാഴ്ച കഴിഞ്ഞ് ഒരു സ്വഹാബി അസ്ർവാൻ കൊടുത്തപ്പോൾ പള്ളിക്ക് നിസ്കരിക്കാൻ വരികയാണ്. ഒട്ടകപ്പുറത്തല്ല, ഒട്ടകത്തിന് മൂക്കാറ് പിടിച്ചാൽ വരുന്നത്. അങ്ങനെ ഒട്ടകത്തിനാടെ കെട്ടി കയറി നിസ്കരിച്ച് കഴിഞ്ഞ് അള്ളാഹിൻ്റെ റസൂലിനോട് പറഞ്ഞ ഒരു സംശയം ചോദിക്കാറുണ്ട്. എന്തേ, ആ ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കുന്ന എന്താ പ്രശ്നം? നിങ്ങൾ വിചാരിച്ച ഒട്ടകല്ല, പിന്നെന്താ? ആ ഒട്ടകത്തിനെ ഞാൻ അബൂ തൽഹൻ്റെ കള്ള് ഷാപ്പിൻ്റെ ബാക്കിൽ കെട്ടീനി, പുല്ലുന്നാനി. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ കള്ളിങ്ങനെ അടിച്ചുടച്ചപ്പോൾ അത് ഉടഞ്ഞു ഈ കള്ള് തളം കെട്ടി നിന്ന ഒരു കുഴിയിൽ നിന്ന് മുളച്ച് വന്ന ഒരു കൈതച്ചെടി ആ ഒട്ടകം ഭക്ഷിച്ചിട്ടുണ്ട്. ഈ കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ച് വരുമ്പോൾ സ്വാഭാവികമായി കള്ളിൻ്റെ അംശം ആ കൈതച്ചെടിയിൽ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കൈതച്ചെടി ഒരൊട്ടകം തിന്നാൽ ആ പാലിലും കള്ളിൻ്റെ അംശം ഉണ്ടാവൂലേന്നാണ്. അപ്പൊ ഈ ഇതിന്റെ പാല് കുടിക്കാൻ പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ പാല് കുടിച്ചോളി, കള്ള് കുടിക്കണ്ട. അത്ര മാറ്റം ഉണ്ടാവാൻ കാരണം എന്താ? സമിഅന വഅതഅന. നമ്മൾ പലിശനെ ബോണസാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പലിശനെ ലാഭവിഹിതമാക്കാൻ പറ്റുമെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സ്വഹാബികളുടെ ദീനിനോടുള്ള അവരുടെ താല്പര്യം നമുക്ക് പാഠമാണ്. ദീനിനു വേണ്ടി ഇത്രയേറെ ത്യാഗം സഹിച്ച മറ്റൊരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഞാൻ ആ ചരിത്രമൊന്നും ഈ സദസ്സിന് മുമ്പിൽ വിശദീകരിക്കേണ്ടതില്ല. മദീന പള്ളിയിൽ 2 മിമ്പറുണ്ടായിരുന്നു. സാധാരണ പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാകുക, മദീനത്തെ പള്ളി 2 മിമ്പറുണ്ട്. ഒന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധനം നടത്താൻ, ഖുതുബ പറയാൻ. മറ്റേ മിമ്പർ എന്തിനാ അറിയോ? ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, ഷാഇറുർ റസൂൽ, പ്രവാചകന്റെ കവി എന്നറിയപ്പെട്ട ആളാണ്. കവിതയിലൂടെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾക്ക് കവിതയിലൂടെ മറുപടി പറയാൻ മദീനത്തെ പള്ളിയിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് മിമ്പർ പണിതിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ വെച്ച് പ്രവാചകന്റെ വിമർശകർക്ക് കവിതയിലൂടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നമ്മോട് പറഞ്ഞ 2 വരി കവിതയുടെ ഗുണപാഠം പറഞ്ഞു ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. ബദൽനാ ലഹുൽ അംവാല മിൻ ജില്ലി മാലിനാ വ അൻഫുസനാ അൻഹു റഗാവത ആസിയ. ഞങ്ങൾ ഞങ്ങളുടെ സമ്പത്തിൽ, സമയത്തിൽ, ആരോഗ്യത്തിൽ ഏറ്റവും സിംഹഭാഗം ചെലവഴിച്ചത് ദീനിനു വേണ്ടിയാണ്. പറയാൻ കഴിയോ? നമ്മുടെ സമയം,
നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മൾക്ക് അള്ളാഹ് നൽകിയ ഭൗതികമായ അനുഗ്രഹങ്ങൾ, അതിൻ്റെ സിംഹഭാഗവും നമ്മൾ ചെലവഴിച്ചത് ദീനിന് വേണ്ടിയാണ് എന്ന് പറയാൻ സാധിക്കുമോ? വനുഹാരിബു മൻ ആദാ മിനൻ നാസി കുല്ലിഹിം ജമീഅൻ വഇൻ കാനൽ ഹബീബുൽ മുസാഫിയ. ഈ ആദർശത്തെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് സ്വന്തം ബന്ധുക്കളോട് ആയുധമെടുത്ത് യുദ്ധം ചെയ്യേണ്ടി വന്നു. ബദർ നടത്തിയത് ആരും തമ്മില? ജ്യേഷ്ഠാനുജന്മാർ തമ്മില. ലികുല്ലി ഉമ്മത്തിൻ അമീൻ, എല്ലാ സമുദായത്തിനും ഓരോ വിശ്വസ്തരുണ്ട്. അമീനു ഹാദിഹിൽ ഉമ്മ അബൂ ഉബൈദ, ഈ ഉമ്മത്തിലെ വിശ്വസ്തൻ എന്നറിയപ്പെടുന്നത് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറഞ്ഞ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് ആദ്യമായി കൊന്നത് സ്വന്തം ബാപ്പനെ. നുഹാരിബു മൻ ആദാ മിനൻ നാസി കുല്ലിഹിം ജമീഅൻ വഇൻ കാനൽ ഹബീബുൽ മുസാഫിയ. ഈ ആദർശത്തെ എതിർക്കാൻ വന്നത് ആരായിരുന്നാലും, അവരടുത്ത ബന്ധുക്കളാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അവരോട് ആയുധമെടുത്ത് പോരാടേണ്ടി വന്നു. അവിടെ ബന്ധം പരിഗണിച്ചില്ല, അള്ളയും അള്ളാന്റെ ദീനും സ്വർഗവും പരിഗണിച്ചത്. ആ ഒരു പരിഗണന നമ്മുടെ ജീവിതത്തെ മുഴുവൻ പ്രക്ഷോഭിതമാക്കുമാറ് സ്വഹാബികളെ പറ്റി നമ്മൾ പഠിക്കുകയും അവരുടെ ഉന്നതമായ മൂല്യങ്ങൾ ഖുർആൻ പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. 2.5 ലക്ഷം സ്വഹാബികൾ മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ ഏകദേശം 1,13,000 സ്വഹാബികൾ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ചരിത്രം. ആ മുഴുവൻ ആളുകളെ പറ്റി അള്ളാഹ് പറഞ്ഞു, അവരിൽ ആര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിച്ചാലും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചവരാവും എന്ന് പറയുമാറ് അള്ളാന്റെ അടുക്കലേക്ക് ഉയരാൻ അവരെ സഹായിച്ചത് അള്ളാന്റെ ദീനാണ്, ദീനിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹമാണ്, അള്ളാന്റെ മാർഗത്തിലുള്ള സമർപ്പണമാണ്. ഇബാദത്തിൽ, ദീൻ പഠിക്കുന്നതിൽ, പ്രബോധനത്തിൽ, ജിഹാദിൽ എല്ലാം അവർ കാണിച്ചിട്ടുള്ള ഉന്നതമായ മൂല്യങ്ങൾ, എല്ലാ മൂല്യങ്ങളും ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവരേറ്റവും പ്രസക്തരായി നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നു. പരിശുദ്ധ റമദാൻ മാസമാണ്, ഒഴിവുള്ള സമയം. ഇത്തരം ചരിത്ര പുസ്തകങ്ങളൊക്കെ സ്വഹാബികൾ എന്നൊരു പുസ്തകം കെ മുഹമ്മദ് മദിനി എഴുതിയിട്ടുള്ള, ഒരു പക്ഷേ ഇവിടെ തന്നെ പുസ്തക സ്റ്റാളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കെ മുഹമ്മദ് മദിനി എഴുതിയിട്ടുള്ള സ്വഹാബികൾ എന്ന പുസ്തകം 166 സ്വഹാബികളുടെ ചരിത്രം ഒറ്റ പുസ്തകത്തിലാക്കി വളരെ ഹൃദയസ്പർക്കാക്കി ഈ അദ്ദേഹം അവതരിപ്പിച്ചുള്ള ധാരാളം പുസ്തകങ്ങളുണ്ട്. ഖുർആനും ഹദീസും വായിക്കുന്നതോടൊപ്പം സ്വഹാബികളുടെ ചരിത്രവും പഠിക്കാൻ പരിശുദ്ധ റമദാനിൽ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്ത് ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സ്വഹാബികളുടെ കൂടെ, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ അണയുവാനുള്ള സൗഭാഗ്യം നേടുന്ന ആളുകളായി നമ്മൾ മാറണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പള്ളിക്കണ്ടി മസ്ജിദുൽ മുജാഹിദീൻ പള്ളി മദ്രസക്ക് വേണ്ടിയുള്ള കലക്ഷനാണ് നടക്കുന്നത്. പരമാവധി ആളുകൾ അവർക്ക് വേണ്ടി സംഭാവന ചെയ്യണം. കാരണം ഇത് സദഖയുടെ മാസമാണ്, ഷഹറുൽ മുവാസാത്ത്. ഈ മാസത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കുറേ വിശേഷങ്ങളിൽ ഒന്ന് ഷഹറുൽ മുവാസാത്ത്, പരസ്പര സഹായം ആഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യണം. പ്രസ്ഥാനങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും വ്യക്തികളാണെങ്കിലും ഒക്കെ നമ്മുടെ സഹായം താല്പര്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. പരമാവധി ആൾ സ്വതക്ക ചെയ്യുക. സ്വതക്കയുടെ പ്രത്യേകത, നരകത്തുനിന്ന് രക്ഷപ്പെടാൻ 7 വഴികളിൽ ഒന്ന് സ്വതക്കയാണ്. വലൗ ബിഷിഖി തംറ എന്ന് ഫത്തിമാർ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇത്തഖിന്നാറ വലൗ ബിഷിഖി തംറ. ഒരു ചീള് കാരക്കെങ്കിലും സദക്ക ചെയ്തിട്ട് നിന്റെ തടി നീ നരകത്തിന് കാക്കണം എന്ന് ഉപദേശിച്ചത് കാണാം. അള്ളാഹുവേ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഞങ്ങൾ മരിച്ചുപോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാനുള്ള സൗഭാഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അനുകൂലമായി സാക്ഷി പറഞ്ഞ് യഥാർത്ഥ നോമ്പുകാരിൽ, യഥാർത്ഥ ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.